ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷായുടെ മിഷൻ കേരള വെറും മുദ്രാവാക്യമല്ലെന്ന് തെളിയിക്കുന്ന നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 71 സീറ്റുകൾ ആവശ്യമാണെന്നിരിക്കെ നിലവിലുള്ള 3 സീറ്റുകളിൽ നിന്ന് BJP ഭരണത്തിലേക്ക് എത്തുക എന്ന ഹിമാലയൻ ലക്ഷ്യം കൈവരിക്കാൻ അമിത്ഷാ പ്രയോഗിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പയറ്റി വിജയിച്ച അതേ തന്ത്രമാണ്. കോൺഗ്രസിനുള്ളിലെ അതൃപ്തരായ പ്രബല നേതാക്കളെ അടർത്തിയെടുത്ത് ഒരു ബി ടീമിനെ സജ്ജമാക്കുക എന്നതാണത്. കേരളത്തിൽ കോൺഗ്രസ് 102 സീറ്റുകൾ പിടിച്ചടക്കി വൻ വിജയം നേടിയെങ്കിലും ഭരണ തുടർച്ചയില്ലാത്ത 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ തിരിച്ചുവരവ് ഗ്രൂപ്പ് പോരുകളാൽ കലുഷിതമാണ്. ഈ തമ്മിലടിയും അധികാരമോഹവും മുതലെടുക്കാൻ അമിത്ഷായുടെ രാഷ്ട്രീയ ബലത്തിന് കഴിയുമെന്നാണ് BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോൾ പരസ്യമായ പോരിലേക്ക് നീങ്ങുകയാണ്. ഹൈക്കമാൻഡ് ആരെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചാലും പുറന്തള്ളപ്പെടുന്ന വിഭാഗം BJP-യിലേക്കോ അല്ലെങ്കിൽ BJP പിന്തുണയ്ക്കുന്ന ഒരു പാളയത്തിലേക്കോ മറുകണ്ഠം ചാടുമോ എന്ന ആശങ്ക രാഷ്ട്രീയ കേരളത്തിൽ ഉടനീളം ഉയരുന്നുണ്ട്. KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ BJP ഉപാധ്യക്ഷ സ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദമോ വാഗ്ദാനം ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമാണ്. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പണവും പദവികളും വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ച ചരിത്രം കേരളത്തിലും ആവർത്തിക്കപ്പെടുന്നുവെന്ന സൂചനകളാണ് ഈ തമ്മിലടി നൽകുന്നത്. കോൺഗ്രസിലെ പ്രബല നേതാക്കളിൽ ഒരാൾ മറുകണ്ഠം ചാടുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന 40-ൽ പരം MLA-മാരും കൂടെ പോകാൻ സാധ്യതയുണ്ടെന്ന UDF ക്യാമ്പുകളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. 102 സീറ്റുകൾ ഉണ്ടെങ്കിലും അണികൾക്കിടയിലുള്ള ഭിന്നതയും വികസന കാര്യങ്ങളിലെ മെല്ലെപ്പോക്കും ചൂണ്ടിക്കാട്ടി BJP-ക്ക് ഭരണത്തിൽ സ്വാധീനം ഉറപ്പിക്കാം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്താൻ കഴിയില്ല എന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ ഭരണം പിടിക്കുന്ന അമിത്ഷാ ശൈലി കേരളത്തിൽ കാവിക്കൊടി പാറിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. KCയോ VDയോ BJP-യിലേക്ക് പോകുമോ എന്നതിനേക്കാൾ ഈ കലഹം കേരളത്തിന്റെ ഭരണം BJP-ക്ക് തളികയിൽ വച്ചുകൊടുക്കുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.